ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഒരു 8:40 9 മണി ആകാനായി. ലേറ്റായി. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇനിയും പോണ്ടിച്ചേരിയിലോട്ട് പോകണം. തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരി. ഇവിടെ നിന്ന് അവിടെ എത്താൻ ഒരു 3-3:30-4 മണിക്കൂറാവും. എല്ലായിടത്തും നിന്ന് പയ്യെ പോകുമ്പോഴത്തേക്കും സമയം എടുക്കും. ടയേർഡാവുക. ഇപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി. നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ടയേർഡാവുക, നല്ലവണ്ണം ടയേർഡാവുന്നുണ്ട്. അതുകൊണ്ട് ആ സ്പോട്ടിലത്തെ പോപ്പുലറായിട്ടുള്ള ഡെസ്റ്റിനേഷൻ നിങ്ങളെ കാണിക്കാൻ പറ്റാതെ പോകുന്നത്. ഭയങ്കരമായിട്ട് ടയേർഡാകുന്നുണ്ട്. നോക്കാം. ഇന്നത്തെ ദിവസം ഒന്നും പറ്റരുതെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. അപ്പോൾ എല്ലാവർക്കും 12 ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരിയിലോട്ട് പോവാണ്. പോണ്ടിച്ചേരിയിലെല്ലാം നല്ലവണ്ണം നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി അവിടെ എത്താൻ 168 കിലോമീറ്റേഴ്സും കൊണ്ട് മഴക്കാറും ഉണ്ട്. എന്തായി തീരുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ ട്രാഫിക് ആണെങ്കിൽ അതിനെക്കാട്ടും നല്ലവണ്ണം ഉണ്ട്. ഇന്നലെ നോക്കിയപ്പോൾ അധികം ഇതായിട്ട് കാണിച്ചില്ല. ഇത് എങ്ങോട്ടൊക്കെ ഈ വഴികളും ഇത് എഴുതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം സർക്യൂസ് വന്നല്ലോ. ഇവിടെ റൗണ്ട് ബോട്ട് ഇങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വണ്ടിയുണ്ട്. മഴ ചാറിയായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഇവിടെ എന്താ പറ്റി? ഇതെന്തോന്നൊക്കെ ഉണ്ട്. ഇവിടെ 2 വീലർ വന്നിട്ട് ഈ വഴി കൂടെ വരുന്നത്. എന്താ പറ്റി ഇവിടെ ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്? ഇവിടെ എന്തോ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. NH ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നു. ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ്ട്. ഇവിടെ കാറും വരുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ലല്ലോ. ഇവിടെ എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ? പണി വല്ലതും നടക്കുവാണോ? ഒരു ഐഡിയയും ഇല്ല. തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ഇത് NH മൊത്തം കൺസ്ട്രക്ഷനില്ല, മൊത്തം പണി നടക്കുക. ഇപ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ച് പണി നടക്കുകയായിരുന്നു. അവർ ഡൈവേർഷൻ കൊടുത്തു. NH മൊത്തം പണിയില്ല ഇപ്പോഴും. തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന റൂട്ട്, ആ റൂട്ടിലാണ് നമ്മുടെ നടുക്ക് വെച്ച് പോണ്ടിച്ചേരി വരുന്നത്. ആ റൂട്ട് മൊത്തം പണി നടക്കുക. മഴക്കാരന് ഒരു മാറ്റവും ഇല്ല. ലെഫ്റ്റ് സൈഡിൽ വെയിലുണ്ട്, റൈറ്റ് സൈഡിലാണെങ്കിൽ കറുത്തിരിക്കുക. ഞാൻ അതിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞു പോവും. ഇനി റെയിൻകോട്ട് ഞാൻ എടുത്തിട്ടിരിക്കുക. ഇന്നലത്തെ പോലെ തന്നെ റെയിൻകോട്ടും എടുത്തിട്ടുണ്ട്. എല്ലാം ഇതാ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ ചൂടെടുക്കാൻ തുടങ്ങും. ഈ ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇടയ്ക്ക് വെച്ച് മഴ പെയ്യും, മഴ ചാറും, എന്നിട്ട് പിന്നെയും പോവും. എന്തോ ഇത്? തഞ്ചാവൂരിൽ നിന്ന് ഇറങ്ങിയതിന് ഇവിടെ വരെ മൊത്തവും മഴയായിരുന്നു. ഞാൻ അവസാനം ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച്. രാവിലത്തെ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി പോകുന്ന വഴി വല്ലതും കഴിക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. എനിവേ റോഡിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. മഴ ക്യാമറ നനയ്ക്കാൻ പറ്റില്ല. വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോണ്ട് അതിൻ്റെ ഒരു ലോക്ക്, ഒരു മൈക്ക് ഒരു പോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുക. അപ്പോൾ അങ്ങോട്ട് വല്ല മഴ വീണാലും പിന്നെ മൈക്കിനകത്ത് മഴ വീണാലും പണി കിട്ടും. അതുകൊണ്ട് പോകുന്ന വഴി എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മഴ തീർന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മഴ തീർന്നെങ്കിലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലെത്താതെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വരുന്ന വഴിയിൽ ഒരു കട കിട്ടി. ആ കടയിൽ കയറി ഞാൻ 2 പൂരി പിന്നെ കുറച്ച് കറിയും മേടിച്ചു. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് പോണ്ടിച്ചേരിയിലോട്ട് പോവാം.
4 പൂരിയും കുറച്ച് കറിയും കഴിച്ചു. ഏതൊരു ഡാമിൻ്റെ ഇവിടെ ആ സൈഡിലോട്ട് ഡാമുണ്ട്. ഞാൻ ഡാമിൻ്റെ മണ്ടയിൽ കൂടെ വന്നത്. ആ ഡാം കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ അപ്പം മഴയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പോയി. ഇനി നമുക്ക് ജേണി തുടങ്ങാം. ചെന്നൈയിലോട്ട് പോകാൻ ഇനി എത്ര കിലോമീറ്റർ കൊണ്ടുണ്ട്? നമ്മൾ ചെന്നൈയിലോട്ടല്ല, നമ്മൾ പോണ്ടിച്ചേരിയിലോട്ടാണ് പോകുന്നത്. ചെന്നൈ പോകാൻ 233 കിലോമീറ്റർ. പക്ഷേ നമ്മൾ പോണ്ടിച്ചേരിയിലോട്ട് പോകാൻ 100 കിലോമീറ്റർ. ഗ്രീൻ ലൈറ്റ് പോലും ആയില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഹോൺ അടിച്ച് എല്ലാവരും നീങ്ങാൻ തുടങ്ങി. ഇവിടെ ഗ്രീൻ ലൈറ്റ് ഇതാണോ? സിഗ്നൽ ഓഫ് ആകുന്നതാണോ ഇവിടെ ഗ്രീൻ ലൈറ്റ്? എന്തോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ. എങ്ങോട്ടാ ഏതാ എവിടെയാ എങ്ങോട്ടാ നമുക്കൊരു ഐഡിയ ഇല്ലാതെയാ എല്ലാവരും വണ്ടി എടുത്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന് 1 മിനിറ്റ് 200 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇവിടെ എവിടെയാ 90 മീറ്റേഴ്സോ? ഇവിടെ എവിടെയാടെ? ഇതാണ് ഗോൾഡൻ. ഇത് തന്നെ. ഇങ്ങോട്ട് വണ്ടി തിരിക്കണം. ഒരു നിർത്തി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് പോയി ചോദിക്കാം എന്നല്ലേ. ഗോൾഡൻ AC റൂം. അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ TV ആയിരുന്നെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ കാണാം, ഇത് കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്, കേബിള് പോലെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കോഫിക്ക് ഉണ്ടാക്കാനുള്ള ഇതുണ്ട്, ഒരു വെള്ളമുണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇത് ചേഞ്ചിങ് റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാ ഇങ്ങനെ ചേഞ്ചിങ് റൂം ഇവിടെ പണിത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ബാത്റൂം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബാത്റൂം അവർ മാറ്റി ചേഞ്ചിങ് റൂം ആക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമല്ല. ബാത്റൂം അവർ മാറ്റി ചേഞ്ചിങ് റൂം എന്ന് പേര് വിട്ട്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കർട്ടൻ റൂം. ഇവിടെ ബെഡ്റൂം കുഴപ്പമില്ല, ഇച്ചിരി കൺജസ്റ്റഡാണ്. കാരണം ഇവിടുത്തെ കളർ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ്. റൂം ഭയങ്കര ചെറുതാകുന്ന പോലെ. പിന്നെ തുറന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ബാത്റൂം അവിടെ വരെ ഉണ്ട്. കണ്ട് ഇത് എനിക്ക് തോന്നുന്നു അവർ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം ബാത്റൂം ഇങ്ങനെ ആരെങ്കിലും പണിയുമോ അതെനിക്കറിയത്തില്ല. ഓക്കെ, റൂം ഓക്കെ കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ്. ഇന്നൊരു രാത്രി കിടന്നിട്ട് നാളെ രാവിലെ നമ്മൾ. പക്ഷേ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാവിലെ. അപ്പോൾ രാവിലെ ഒരു 8 മണി തൊട്ട് 9 മണിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ താഴെ പോകുമ്പോൾ കൺഫേം ചെയ്യാം. 8 മണി തൊട്ട് 9 മണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ വെല്ലൂരിലോട്ട് വിടാം. ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് നേരെ വെല്ലൂര്, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയിട്ട് നേരെ വെല്ലൂര്. അങ്ങനെ റൂമിൻ്റെ വെളിയിൽ ഇറങ്ങി. ഇത് കണ്ടോ,
ഇവിടെ നോ ഹോൺ സൈൻ ഉണ്ട്, പക്ഷെ ഹോൺ അടിക്കാത്ത ഒരു വണ്ടിയെങ്കിലും ഉണ്ടോ? അതാണ്. എല്ലാവരും ഒന്ന് വഴി തരണേ, ഞാനൊന്ന് റിവേഴ്സ് എടുത്തോട്ട്. ഓക്കെ, ഇവിടുന്ന് വണ്ടി ഇനി യൂട്ടേൺ എടുക്കണം. ഞാൻ ബീച്ച് സൈഡിലാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം, നേരെ ഇറങ്ങുകയും ചെയ്യാം. ഓ, കട്ട ട്രാഫിക് ഇവിടെ. ഒടുക്കത്തെ ട്രാഫിക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ട്രാഫിക്. ഇവരാരും ഒന്നും സ്പേസും തരത്തില്ല, കണ്ടോ? അങ്ങനെ വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അവിടെ 1 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ മതി, അധികം ദൂരമില്ല എന്നാണ് കാണിക്കുന്നത്. അവിടെ കയറിയില്ല, അവിടെ കയറാതെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. നല്ല വെയിൽ. അപ്പോൾ കണ്ണാടി ഉള്ളവർ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കുക, നിങ്ങളുടെ കൂളിംഗ് ഗ്ലാസ്സായി. സ്പെക്സ് ഉള്ളവർക്കും കൂളിംഗ് ഗ്ലാസ് ഇടാം കേട്ടല്ലോ. അത് ഞങ്ങൾ മാത്രം കണ്ണാടി ഇട്ടുകൊണ്ട് വെയിലടിച്ചുകൊണ്ടൊന്നും നടക്കത്തില്ല. ഞങ്ങളും കണ്ണാടി ഇപ്പോൾ ഇത് മാറി, മാഗ്നറ്റ് ചെയ്തിട്ടുള്ള ഇത് കിട്ടും. നിങ്ങളത് മേടിക്കുക, ഇടുക. ഞാൻ എന്തിനാ ഈ വെയിലത്തൂടെ നടക്കുന്നത്? അതുകൊണ്ട് ആ തണലിൽ കൂടെ നടക്കുക. ഇവിടെ ഫുട്പാത്ത് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ അവിടെ വെയിലത്തൂടെ നടക്കുന്നു? ഞാൻ വണ്ടി വെച്ചിട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ നടന്നു വന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി എവിടെയാണ് വെച്ചെന്ന് മറന്നുപോയി. നമുക്ക് വണ്ടി എവിടെയാണ് വെച്ചെന്ന് നോക്കിയിട്ട് പിന്നെയും തിരിച്ചു വരാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടുപോകും. ഞാനങ്ങനെ നമ്മുടെ ഹുക്ക് ചെയ്യുന്ന ക്യാമറ മാറ്റി സ്റ്റിക്കിലോട്ടാക്കി. അതാവുമ്പോൾ എനിക്ക് നിങ്ങളെയും കാണിക്കാം. കേട്ടോ, നമുക്കിതിങ്ങനെ മണ്ടേക്കോട്ട് കൊണ്ടുപോകാം. ചിലപ്പോൾ ഒരു ലൈൻ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൈക്കിൻ്റെ ഇനി ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മൈക്കിൻ്റെ ലൈൻ ചിലപ്പോൾ ഡിസ്റ്റർബ് ആവും എൻ്റെ മുഖത്തോട്ട് വരുമ്പോൾ. അങ്ങനെ 4 മണിക്ക് 4 മണിക്ക് അങ്ങനെ പോണ്ടിച്ചേരി ബീച്ചിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുന്നു. വിശക്കുന്നിട്ട് കണ്ണും മൂക്കൊന്നും കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കഴിക്കാനുള്ള ഇത് കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് ഷെയ്ഡിലോട്ട് തന്നെ പോവാം, ഷെയ്ഡിൽ കൂടെ നടക്കാം, അതാണ് നല്ലത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചിക്കൻ ബിരിയാണി പറഞ്ഞു. 2 ഗ്ലാസ് ഒരു ലൈം സോഡ പറഞ്ഞു. 1 സ്വീറ്റും 1 ഷുഗറും. ചൂടെടുത്തുണ്ടാവുക, കത്തിക്കിടക്കുക. അപ്പോൾ തണുത്തത് എന്തെങ്കിലും നല്ലവണ്ണം പോയില്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ കുളവും. ഒരു 15-20 മിനിറ്റ് ആയെന്ന് തോന്നുന്നു ഫുഡ് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് വന്നു. ഫുഡ് ഇനിയും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അപ്പോൾ വൈകിട്ടത്തേക്ക് പാർസൽ വെളിയിൽ നിന്ന് മേടിക്കണം. അതെവിടെ നിന്ന് മേടിക്കണ്ടേന്ന് നോക്കണം. ഇന്നത്തെ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ് വന്നതെന്ന്. ബട്ട് ഇന്ന് ഞാൻ ഇച്ചിരി ഓക്കെ, ഹാപ്പി എന്നുള്ള പറയാം. ഇനി ഞാൻ നമ്മുടെ 2 ദിവസത്തിനെയും കാട്ടും ഇന്ന് പിന്നെയും ഓക്കെ. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് അവിടെ നടക്കാൻ പോകാം. അങ്ങനെ തന്നെ ഇവിടെ ഒന്ന് കഴിച്ച് നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് ഗാന്ധി സ്റ്റാച്ചു ഉണ്ടോ, നമുക്ക് അങ്ങോട്ട് പോകാം. അത് ഇങ്ങോട്ടൊന്ന് നടന്നു പോട്ടെ. അതുകൊണ്ട് ഞാൻ പണ്ട് ഇവിടെ നമ്മുടെ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനത്തെ ഫ്ലൂട്ടും ഇതുമായിട്ട് കുറേ കാണാം. ഈ പ്രാവശ്യം ദുബായി പോകുമ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ ഗ്ലോബൽ വില്ലേജ്. ഇവിടെ ഒക്കെ നല്ലവണ്ണം സ്റ്റേ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റേയിൻ്റെ റേറ്റ് ഒന്നും കേൾക്കുമ്പോൾ നമ്മുടെ മൊത്തം കീറിപ്പോകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കഴിച്ച ഇടത്തത്തെ റൂമിൻ്റെ സ്റ്റേ റേറ്റ് എന്ന് പറയുന്നത് 21,200 ഉള്ളി ഫോർ 1 നൈറ്റ് ഫോർ 1 പേഴ്സൺ. ഓക്കെ, ഇവിടെ മൊത്തം ഞാൻ നോക്കി. ഇവിടെ എല്ലാത്തിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5, 6, 10. കാരണം ബീച്ച് വ്യൂ അല്ലേ. പോണ്ടിച്ചേരി ഈസ് എക്സ്പെൻസീവ് മാൻ.
പോണ്ടിച്ചേരി കാർഗിൽ വാർ മെമ്മോറിയൽ പണിത് വെച്ചിരിക്കുന്നത്, കാർഗിൽ വാറിന് വേണ്ടി. അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് പോണ്ടിച്ചേരി വാർ മെമ്മോറിയൽ. നമ്മൾ നടന്ന് ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. അത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക അവർ. കണ്ടോ, ഗാന്ധിജീൻ്റെ സ്റ്റാച്ചുവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേറെ ആളുടെയും കൂടെ ഉണ്ട്. ആരുടെയാണെന്നല്ലേ, കണ്ടോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്ചുവും കൂടെ ഇവിടെ ഉണ്ട്. എന്തൊരു കടകളാണെന്ന് തോന്നുന്നു, സുവനീഴ്സൊക്കെ ഉള്ള ഒരു കടയാണെന്ന് തോന്നുന്നു. ഐ മീൻ ഒരു സ്ട്രീറ്റ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അകത്തോട്ട് പോയി അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. യെസ്, മൊത്തം സുവനീഴ്സാണ് ഇവിടെ. പേഴ്സും ബാഗും ചെറിയ ചെറിയ കുട്ടി കുട്ടി കടകളാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നമ്മുടെ ഈ ട്രിപ്പിനകത്ത് ഞാൻ പോലും അറിയാതെ ഒരു അബദ്ധം ഞാൻ കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻസ് എല്ലാം ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരേണ്ട ഡെസ്റ്റിനേഷനായിപ്പോയി. ഒന്നീ ഫാമിലി ആയിട്ട് വരണം, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വരണം. ബാക്ക് പാക്കേഴ്സ്, സോളോ റൈഡേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക സുഖം തരും. അതാണ് ഞാൻ ചെയ്ത അബദ്ധം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഞാൻ ഈ പോയ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു എൻജോയ്മെൻറ്റ് ഫീല് കൂടുതൽ കിട്ടും. ഒരു എലോൺ ഫീൽ കിട്ടേണ്ട പകരം കൂടെ ഒരു കമ്പാനിയൻ ഉള്ളത് എപ്പോഴും നല്ലതായിരുന്നു. അതാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ മിസ്സാക്കി പോയത്. അത് പ്ലാൻ ചെയ്തപ്പോൾ ഡെസ്റ്റിനേഷൻസ് ഫിക്സ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഇനി ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അബദ്ധം വരുത്തരുത്. ആ പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് അകത്തിരുന്ന് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്നെ. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട, കുറേ നേരം ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4:30 ഇപ്പോൾ എത്ര മണിയായി നോക്കട്ടെ. ഇപ്പോൾ ഏകദേശം 5 മണിയാകാനായി. അതുകൊണ്ട് സൺസെറ്റ് സൂര്യനാ ഇങ്ങോട്ടല്ലേ അസ്തമിക്കുന്നത്. സൂര്യൻ അങ്ങോട്ടാണ് അസ്തമിക്കുന്നത്. കാരണം സൂര്യൻ നിൽക്കുന്നത് കണ്ടോ, സൂര്യൻ്റെ ഷാഡോ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ബീച്ചുള്ളത് ലെഫ്റ്റ് സൈഡിലും, വെസ്റ്റിലോട്ടല്ലേ ഇത് ചെയ്യണ്ടേ. അതെന്താ ഇവിടെ പോണ്ടിച്ചേരിയിൽ അങ്ങനെ വല്ല വ്യത്യാസമുണ്ടോ? അതെനിക്കറിഞ്ഞൂടാ. പോണ്ടിച്ചേരിൻ്റെ ജോഗ്രഫി എനിക്കറിയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയ അബദ്ധമായിരിക്കാം, അത് അറിയത്തില്ല. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. പോണ്ടിച്ചേരിയിൽ ഇങ്ങനത്തെ റോക്കുകളുണ്ട്, കല്ലുകളിട്ട് വെച്ചിരിക്കുന്നൊരു റോക്ക് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കുറച്ച് ദൂരം വരെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു കല്ലിൽ കയറി അങ്ങിരുന്നു. താഴെയല്ല, മണ്ടയ്ക്ക് തന്നെ ആയിരിക്കുന്നത്, മേളിൽ തന്നെ ആയിരിക്കുന്നത്. ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോവാം. കാരണം ഞാൻ വെച്ചിരിക്കുന്ന ടൈം ഏകദേശം 6 മണി വരെ വെളിയിൽ നിൽക്കുക. 6 മണിയാകുമ്പോഴത്തേക്കും അകത്ത് കയറിയെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്.
കാരണം നാളെ രാവിലെ തിരിച്ച് നാളെ രാവിലെ നമുക്ക് വെല്ലൂരിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഡിഫറൻസ് ഒക്കെ വരും. പോണ്ടിച്ചേരി വരുവാണെങ്കിൽ രണ്ട് ദിവസം, ഒരു ദിവസം വരിക, ഒരു ദിവസം സ്റ്റേ, പിറ്റേ ദിവസം പോകുന്ന പോലെ വേണം പ്ലാൻ ചെയ്യാൻ. അല്ലാതെ എന്നെ പോലെ ഒരു ദിവസം വന്ന് പോണ്ടിച്ചേരി നിന്നിട്ട് പിറ്റേ ദിവസം വേറൊരിടത്തോട്ട് പോകുന്ന ഒരു പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. രാമേശ്വരത്തും അങ്ങനെ തന്നെയായിരുന്നു, പിന്നെ എവിടെയാണ്, തഞ്ചാവൂരും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം വരിക, സ്റ്റേ ചെയ്യുക, പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് പോവുക. ആ രീതി വേണം എല്ലാ പ്ലാനും ചെയ്യാൻ. തിരിച്ച് നടന്ന് വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടുന്ന് ഹോട്ടലിലോട്ട് പോകാം. പോണ്ടിച്ചേരിയിലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ പോകുന്ന വഴി അത് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ അത് കണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറു ധൃതി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. വേറൊരു ദിവസം, ഒരു നാൾ നമ്മൾ വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ സൺസെറ്റ് ആകാനായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സൺസെറ്റ്. ഇത് കണ്ടോ, സൺസെറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ശരിക്കും ബീച്ച് മീൻസ് കടലിലോട്ടല്ലേ അസ്തമിക്കുന്നു എന്ന് പറയുന്നത്, വെസ്റ്റ്. അപ്പോൾ വെസ്റ്റ് ഏതാ ഇവിടെ? ആ സൈഡാണെന്ന് തോന്നുന്നു വെസ്റ്റ്. കാരണം നമ്മളിപ്പോൾ കൂടുതലും കണ്ടിരിക്കുന്നത് കടലിലോട്ടാണ് സൂര്യൻ അസ്തമിച്ച് പോകുന്നതെന്നാണ്. പക്ഷേ ഇവിടെ ആ സൈഡാണെന്ന് തോന്നുന്നു വെസ്റ്റ്. ബീച്ച് ഈ സൈഡിലും ഈസ്റ്റ് സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റാണ് വെസ്റ്റ്. നമുക്കിനിയും നടന്ന് വണ്ടി എവിടെ ഇട്ടിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ നടക്കാൻ തുടങ്ങി കുറേ. കാരണം നടന്ന് ഇങ്ങറ്റെത്തിയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ അങ്ങറ്റത്തായിരിക്കും മിക്കവാറും വണ്ടി ഇട്ടേക്കുന്നത്. ബീച്ചിൻ്റെ ഒരു അറ്റത്താണ് ഞാൻ വണ്ടി കൊണ്ടിട്ടത്. എന്നിട്ട് ഈ അറ്റം വരെ ഞാൻ നടന്നു വന്നു. ഫുഡ് തപ്പി. അവിടെ അത്രയും ഹോട്ടലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒന്നും കയറാതെ നടന്ന് ഇവിടെ വരെ വന്നു. ഇനി നമുക്ക് തിരിച്ച് നടന്നു പോവാം. അങ്ങനെ വണ്ടി എടുത്തു. തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോകേണ്ട വഴി എങ്ങോട്ടാണ്? ഇവിടെ കുറേ നോ എൻട്രി ബോർഡുണ്ട്. കണ്ടോ, നോ എൻട്രി. അവിടെ കൂടെ തന്നെ ഇത്. അല്ല, ഇച്ചിരി ഫ്രണ്ടിൽ പോയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ കുറേ എടുത്ത് നോ എൻട്രി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി പോകണം. അതേപോലെ തന്നെ എല്ലാ മുക്കിനും മൂലയിലും പോലീസും ഇരിപ്പുണ്ട്. ഇവിടെ കൂടെയാണോ? ഇവിടെ കൂടെയാണെന്ന് തോന്നുന്നു. ഇവിടെ നോ എൻട്രി ഒന്നും ഇല്ലല്ലോ. ഇല്ല, എല്ലായിടത്തും നോ എൻട്രി ഇവിടെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ട വരും. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം ആരും അങ്ങ് ഇട്ടിട്ടില്ല. ഇവിടെ ഹെൽമെറ്റിൻ്റെ റൂള് ബാധകമല്ലാന്ന് തോന്നുന്നു. 2 വീൽ റെൻറ്റ്. ഇവിടെ അതാ എല്ലാവരും പോണ്ടിച്ചേരി വന്നിട്ട് 2 വീലേഴ്സ് റെൻറ്റിന് എടുത്തിരിക്കുക. അതാണ് ഇത്രമാത്രം 2 വീലേഴ്സ് ഇവിടെ. പക്ഷെ അതാ ലാഭം മിച്ചരം കൂടെ. ഇവിടെ വരെ വരിക, റെൻറ്റിനെടുക്കുക, കറങ്ങുക. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. എൻ്റെ അവസ്ഥ കണ്ടോ, എൻ്റെ കോലം കണ്ടോ, മൊത്തവും ഇതായി വേർത്ത് കുളിച്ച്. പോണ്ടിച്ചേരി സോ ഹോട്ട്, ഭയങ്കര ചൂടാണ്.
ഭയങ്കര ചൂടാണ്. അതും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ ഡ്രസ്സും കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ വേർത്ത് കുളിച്ച്. അപ്പോൾ ഇനി നാളെ ഇവിടെ നിന്ന് വെല്ലൂരിലോട്ട് പോകണം. വെല്ലൂരിലോട്ട് പോകാൻ ഏകദേശം 5 മണിക്കൂറുണ്ടെന്നാണ് തോന്നുന്നത്. അതും അപ്പോൾ കുളമായി എന്ന് ഉറപ്പിച്ചോ. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നാളെ കഴിക്കാൻ വേണ്ടി ഒന്നും നിർത്തണ്ട. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നമ്മൾ നേരെ വിടുക. പരിപാടി കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ താഴെ നിന്നൊരു വെള്ളക്കുപ്പിയും കൂടെ മേടിച്ചു നാളത്തേക്ക് പോകാൻ വേണ്ടി കുടിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.